അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമാ. ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, ബാബുർ റയ്യാനിലൂടെ 10 ദിവസം നമ്മൾ പിന്നിടുമ്പോൾ മരണത്തിൻ്റെ തീഷ്ണതകൾ അനുഭവിക്കുന്ന ആളുകളോട്, അതേപോലെ തന്നെ മരണം സംഭവിച്ചു കഴിഞ്ഞ ആളുകളോട് നാം പുലർത്തേണ്ടുന്ന മര്യാദകളും കടമകളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഇത്തരം രംഗങ്ങളൊക്കെ വരുന്ന സന്ദർഭത്തിൽ അത് നടപ്പാക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ. ബാബുർ റയ്യാൻ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് പോലെ തന്നെ വിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ ബാബുർ റയ്യാനിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളൊക്കെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഒരു വിവരം കിട്ടുമ്പോൾ ഇന്നയാൾ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ എന്താണ് മരണകാരണം എന്ന് നമ്മൾ സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. എങ്ങനെ മരിച്ചത്? ഇത് സ്വാഭാവികമായും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് അത്ര പ്രായാധിക്യത്തിൽ എത്തിയിട്ടില്ലാത്ത ഒരാളാണ് എങ്കിൽ എല്ലാവരും ചോദിച്ചു എന്ന് വരും. ആ ചോദ്യം പലപ്പോഴും നല്ല മരണം, ചീത്ത മരണം എന്ന രൂപത്തിലുള്ള 2 ദിശകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന രംഗങ്ങളാണ്. ആ വാർത്ത കേൾക്കുന്ന സമയത്ത് ഓ അങ്ങനെയാണോ മരിച്ചത്, ഓ മോശമായി പോയി എന്ന് നമ്മൾക്ക് പറയും. അതല്ല, എപ്പോഴാണ് മരിച്ചത്, എന്നാ മരിച്ചത്, എങ്ങനെ മരിച്ചത് എന്ന് കേൾക്കുമ്പോൾ ഇന്നാണ് മരിച്ചത്, ഇന്നലെ രാത്രിയാണ് മരിച്ചത്. ഇന്നലെ രാത്രി വെള്ളിയാഴ്ച രാവാണല്ലോ. നമുക്ക് ഒരു സന്തോഷം, മരിച്ചതിലുള്ള സന്തോഷമല്ല, ഒരു നല്ല മരണത്തിന്റെ ലക്ഷണം കേട്ടതിലുള്ള സന്തോഷം. അപ്പോൾ ആ രൂപത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് നല്ല മരണം, അതാണ് ചീത്ത മരണം. അതല്ലാത്ത ഒരു മരണത്തെ അത് നല്ല മരണം, ചീത്ത മരണം, ഉദാഹരണമായിട്ട് ഇപ്പൊ തിങ്കളാഴ്ച ഓ നല്ലൊരു ദിവസം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തിങ്കളാഴ്ച മരിച്ചതുകൊണ്ട് ഒരു നല്ല മരണമായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലേറെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മരണവാർത്ത കേൾക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു നല്ല മനുഷ്യനാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങൾ നമ്മൾ പറയാൻ ശ്രദ്ധിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലൂടെ മയ്യത്ത് കൊണ്ടുപോയപ്പോൾ സ്വഹാബികൾ ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞു, നല്ല അഭിപ്രായങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വജബത്ത്, അതങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു. മറ്റൊരു സന്ദർഭത്തിൽ നബി ഒരു മയ്യത്തിന്റെ അടുത്തുകൂടി, അല്ലെങ്കിൽ നബിയുടെ അടുക്കലൂടെ ഒരു മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ആ മയ്യത്ത് വളരെ മോശം, അയാള് ഈ ദീന് ഇസ്ലാം സ്വീകരിച്ചിട്ട് മുസ്ലിമായതിനു ശേഷം ഇത്ര മോശപ്പെട്ടൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്ന രൂപത്തിലൊക്കെ ചില ആളുകൾ സംസാരിച്ചു. അപ്പോഴും നബി പറഞ്ഞു വജബത്ത്, അങ്ങനെ തന്നെ ആവട്ടെ, അങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്നാ. അപ്പോൾ ഇതെന്താണ് എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്നൈതും അലൈഹി ഖൈറ വജബത്ത് ലഹുൽ ജന്ന. ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ, ഒരു മരണവിവരം അറിഞ്ഞ ഒരു മയ്യത്ത് കാണുന്ന സമയത്ത്, മയ്യത്തിനോടനുബന്ധിച്ച് ഉള്ള ചടങ്ങുകളിലുമൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പറ്റി നല്ല കാര്യങ്ങൾ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, കുടുംബത്തെ നോക്കുന്നവനായിരുന്നു, നല്ല ദീനി ചിട്ടയുള്ള ആളായിരുന്നു, നാട്ടിലെ ദീനീ കാര്യങ്ങളൊക്കെ കൊണ്ടു നടന്നിരുന്ന ആളായിരുന്നു, ദഅവത്തും മറ്റു കാര്യങ്ങളുമായി നടന്നിരുന്ന ആളായിരുന്നു, ഇങ്ങനത്തെ നല്ല നല്ല വാക്കുകൾ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന രൂപത്തിലുള്ള സംസാരങ്ങളും പ്രാർത്ഥനകളും നമ്മിൽ നിന്ന് ഉണ്ടാകണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത് നമ്മൾ നടത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഒമൻ അസ്നൈതും അലൈഹി ഷർറ, നിങ്ങൾ ആരെപ്പറ്റിയെങ്കിലും ഷർറ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഓ മോശമായി പോയി, എങ്ങനെ ജീവിച്ച ആളാണ്, വളരെ ഇതായിരുന്നു, ഇപ്പൊ കണ്ടിയിലേക്ക് കിടക്കുന്നത് എന്ന അവസ്ഥ, ആ ഒരു അവസ്ഥ ഒരു നമ്മൾക്കാർക്കും ഉണ്ടാകാതിരിക്കട്ടെ. നമ്മൾ ഒരാളെ പറ്റി പറയാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം വജബത്ത് ലഹുന്നാർ, അവന് നരകം നിർബന്ധമായി കഴിഞ്ഞു, നരകം ഉണ്ടായിക്കഴിഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ കഴിയും.
അപ്പോൾ ഈ രൂപത്തിൽ നല്ല വാക്കുകൾ മരിച്ച വ്യക്തിയെ സംബന്ധിച്ച് പറയുക എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അത് വിവരമറിഞ്ഞ സമയത്താകട്ടെ, അതേപോലെ തന്നെ മരണവീട് സന്ദർശിച്ച് അവിടെ തന്നെ നിൽക്കുന്ന സന്ദർഭങ്ങളിലാകട്ടെ, മയ്യത്ത് സംസ്കരണ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താകട്ടെ, എപ്പോഴും അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തെ പറ്റി നല്ലത് പറയാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു ക്ലാസ്സിലൂടെ ചില ആളുകൾ നല്ല മരണമായി കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ചില കാര്യങ്ങളെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഒന്നാമത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് മരിക്കുന്ന ഒരു മനുഷ്യൻ, അതൊരു നല്ല മരണമായി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവൻ കടന്നു. അവസാനം പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. നാം വിശദീകരിച്ചിട്ടുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ത്വൽഹത്ത് ബിനു ഉബൈദില്ല റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അദ്ദേഹത്തോട്, എന്താ നിങ്ങൾക്ക് ഇത്ര ഒരു വിഷമം എന്ന് ചോദിച്ചു. വളരെ വിഷമിക്കുന്ന ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ, എന്തെങ്കിലും പ്രയാസമുണ്ടോ, വീട്ടിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം, അല്ല അതൊന്നുമില്ല, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു കാര്യം ചോദിക്കാണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ചോദിക്കാൻ കഴിഞ്ഞില്ല, അദ്ദേഹം മരിച്ചു. അതാണ് എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോ അത് ഒരു വാക്ക് ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവസാനത്തെ വാക്ക് അതായിട്ടുണ്ട് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണെന്നുള്ള ഒരു ഓർമ്മ, അത് അദ്ദേഹത്തോടൊന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആ ഓർമ്മ ഒന്ന് പുതുക്കാമായിരുന്നു എന്ന്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കറിയാലോ അത് എന്താണത്. അതെന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ എളാപ്പ മരിക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കൊണ്ട് ഒന്ന് ചൊല്ലിക്കാൻ, ഒന്ന് പറയിപ്പിക്കാൻ വേണ്ടി ഇത്രയേറെ ശ്രമിച്ചൊരു വാക്കുണ്ടോ? അതേതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കാൻ വേണ്ടിയല്ലേ നബി ശ്രമിച്ചത്? അത് തന്നെ. അപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വരികയാണ്, ആ ശരിയാണ്, അത് തന്നെയാണ്, എനിക്കിപ്പോൾ ഓർമ്മ വന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ട ഒരാൾ എന്ന നിലക്ക് ത്വൽഹത്ത് ബിനു ഉബൈദില്ല റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മരിക്കുക എന്ന് പറയുന്നത്, ഒരുത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി എന്ന് നമുക്ക് കേട്ടിട്ടുണ്ട് എങ്കിൽ അതൊരു നല്ല മരണമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ്, മരിക്കുന്ന സമയത്ത് നെറ്റിയിൽ വിയർപ്പ് പൊടിയുക എന്ന് പറയുന്നത് ഒരു നല്ല മരണത്തിന്റെ ലക്ഷണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ബുറൈദ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖുറാസാനിലായിരിക്കുന്ന സമയത്ത് അവിടെ ഒരു സുഹൃത്ത് സുഖമില്ലാതെ കിടക്കുകയാണ്, ഒന്ന് സന്ദർശിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ എത്തുന്ന സമയത്ത് അദ്ദേഹം മരണവെപ്രാളത്തിലാണ്, മരണത്തോടടുത്ത് കിടക്കുന്ന സമയത്താണ് അദ്ദേഹം ഉള്ളത്. അതുകൊണ്ട് അപ്പോ ഫവജദഹു ബിൽ മൗത്തി, മരിക്കാൻ ഉള്ള ഒരു സമയത്താണ് അദ്ദേഹം കണ്ടത്. വഇദാ ഹുവ ബിഅറഖി ജബീനിഹി, അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിൽ ആകെ വിയർപ്പ് പൊടിഞ്ഞ് കാണുന്നുണ്ട്, നല്ല വിയർപ്പ് കാണുന്നുണ്ട് മരിക്കാൻ കിടക്കുന്ന ഈ വ്യക്തിയുടെ നെറ്റിയിൽ. അപ്പോ അദ്ദേഹം പറഞ്ഞു അല്ലാഹു അക്ബർ. കാരണം സന്തോഷമുള്ള ഏതെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ വിശ്വാസികൾ അങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറയുമല്ലോ. അദ്ദേഹം മരിക്കുന്നതിലുള്ള സന്തോഷമല്ല, ആ കണ്ട കാഴ്ച ഒരു നല്ല ലക്ഷണം കാണുകയാണ്, നല്ല മരണത്തിന്റെ ലക്ഷണം കാണുകയാണ്. അദ്ദേഹം പറഞ്ഞു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് എന്താണ് അത് പറയാൻ കാരണം? സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു മൗത്തുൽ മുഅ്മിൻ ബിഅറഖിൽ ജബീൻ, ഒരു മുഅ്മിനിന്റെ മരണം എന്ന് പറയുന്നത് നെറ്റിയിലെ വിയർപ്പോട് കൂടിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പല പണ്ഡിതന്മാരും ഈ ഹദീസ് ഇത് അങ്ങനെ തന്നെയാണ്, ചിലരൊക്കെ എങ്കിലും ഈ ഹദീസിന് കുറച്ചുകൂടി വിശാലമായ ഒരർത്ഥം പറഞ്ഞിട്ടുണ്ട്. അഥവാ അധ്വാനശീലനായിക്കൊണ്ട് ജീവിച്ച് അധ്വാനിച്ചുകൊണ്ട് തന്നെ മരണപ്പെടുക എന്നൊരാശയം കൂടി ഇതിനുണ്ട്. ശരിയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഇത് നേർക്കുനേരെ അങ്ങനെ തന്നെ കാണുമ്പോൾ അത് തീർച്ചയായും ഒരു നല്ല മരണത്തിന്റെ ലക്ഷണം തന്നെയായിട്ട് നമ്മൾക്ക് കാണാവുന്നതാണ്. അതേപോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു കാര്യം, വെള്ളിയാഴ്ച രാവ് അഥവാ വ്യാഴാഴ്ച രാത്രി, അതിനാണല്ലോ നമ്മൾ വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്നത്. വെള്ളിയാഴ്ച രാവിന് ഒരാൾ മരണപ്പെട്ടാൽ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകൽ സമയം നേരം പുലർന്നതിന് ശേഷം ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ
അഥവാ മഗ്‌രിബിന് മുമ്പായിട്ട് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത്തരം ആളുകളുടെ മരണം എന്ന് പറയുന്നത് ഒരു ശുഭലക്ഷണമാണ്, ഒരു നല്ല മരണത്തിന്റെ ലക്ഷണമാണ്. മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅത്തി ഔ ലൈലത്തൽ ജുമുഅത്തി ഇല്ലാ വഖാഹുല്ലാഹു ഫിത്നത്തൽ ഖബർ. കാരണം അത്തരം ഒരു മരണമാണ് എങ്കിൽ വെള്ളിയാഴ്ച രാവിനും വെള്ളിയാഴ്ച പകലും ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവന് ഖബറിലുള്ള ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷ ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശദമായി നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാവുന്നതാണ്. നാലാമതായിട്ടുള്ളത് ഷഹീദായിക്കൊണ്ട് മരിക്കുക എന്ന് പറയുന്നത്. ഷഹീദായി മരിക്കുക എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത രൂപത്തിലുള്ള ഷഹീദായിട്ടുള്ള മരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഷഹീദായി മരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ശത്രുക്കളുമായി യുദ്ധം ചെയ്ത് ആ ശത്രുവിൽ നിന്ന് ഏൽക്കുന്ന മുറിവ് കൊണ്ട് അല്ലെങ്കിൽ ആ ശത്രുവിന്റെ വാളാൽ അവന്റെ ആയുധത്താൽ മരണപ്പെടുന്ന മരണം, ആ മരണമാണ് ഒന്നാമത് ഷഹീദ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാ ഇൻദ റബ്ബിഹിം യുർസഖൂൻ ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിലിഹി വയസ്തബ്ശിറൂൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ അവർ സന്തോഷിക്കുകയാണ്, അവർ സന്തോഷ വാർത്ത അറിയിക്കുന്നവരാണ് എന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആൻ തന്നെ അവരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിൽ ഷഹീദായിക്കൊണ്ട് മരിക്കുക, ശത്രുവിന്റെ കയ്യാൽ മരിക്കുക, ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ എന്ന് പറയുന്നത് അഥവാ ഇസ്ലാമിന്റെ നിലനിൽപ്പിനു വേണ്ടി, ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിനു വേണ്ടി, ഇസ്ലാമിന്റെ പ്രചാരണത്തിനു വേണ്ടി ഒരാൾ യുദ്ധം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ട് എങ്കിൽ ആ യുദ്ധത്തിൽ അവൻ മരണപ്പെടുകയാണ് എങ്കിൽ അവന് ഷഹീദാണ്. ഷഹീദിന്റെ പ്രത്യേകതകളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവന് 6 പ്രത്യേകതകളുണ്ട്. 6 പ്രത്യേകതകൾ. ഒന്നാമത് യഗ്ഫിറു ലഹു ഫി അവ്വലി ദുഫ്അത്തിൻ, അല്ലാഹു അവന് പുറത്തു കൊടുക്കും. യുഗ്ഫറു ലഹു, അവന് പുറത്തു കൊടുക്കും. ഫി അവ്വലി ദുഫ്അത്തിൻ മിൻ ദമിഹി, ഒന്നാമത്തെ രക്തത്തുള്ളി അവന്റെ ശരീരത്തിൽ നിന്ന് വീഴുമ്പോഴേക്ക് അവന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടു. അതേപോലെ തന്നെ വയറാ മഖഅദഹു മിനൽ ജന്ന, സ്വർഗത്തിലെ അവന്റെ സ്ഥാനം ആ സമയത്ത് അവൻ കാണുമെന്നാണ്. വയുജാറു മിൻ അദാബിൽ ഖബർ വയുഅ്മനു അൽ ഫസഅൽ അക്ബർ, ഖബറിലുള്ള ശിക്ഷയിൽ നിന്നും അവൻ രക്ഷപ്പെടുകയും നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആ സന്ദർഭമുണ്ടല്ലോ, ഫസഉൽ അക്ബർ എന്ന് പറയുന്ന മരണത്തിന്റെ ആ ഒരു സന്ദർഭം, അതല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആ ഒരു ഘട്ടം, ആ സമയത്തുള്ള ഭയപ്പാടിൽ നിന്ന് അവൻ രക്ഷപ്പെടും. അതേപോലെ തന്നെ വയുഹല്ല ഹില്യത്തൽ ഈമാൻ, ഈമാനിന്റെ ഒരു പുടവ കൊണ്ട് അവനെ പുതപ്പിക്കും, അവൻ അണിയിക്കപ്പെടും. വയുസവ്വജു മിനൽ ഹൂറുൽ ഐൻ, അവന് സ്വർഗീയ സ്ത്രീകളെ കൊണ്ട് അള്ളാഹു വിവാഹം കഴിപ്പിച്ചു കൊടുക്കും. വയശ്ഫഉ ഫീ 70 ഇൻസാനൻ മിൻ അഖാരിബിഹി, 70 കുടുംബാംഗങ്ങൾക്ക് അവൻ ശഫാഅത്ത് നൽകും. തൗഹീദുള്ള ആളുകൾക്ക് 70 കുടുംബാംഗങ്ങൾക്ക് അവൻ ശഫാഅത്ത് നൽകും, അതിനുള്ള യോഗ്യത അവനുണ്ടായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യങ്ങൾ. അപ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക, യുദ്ധത്തിന് ഇടയിലല്ലാതെ, യുദ്ധം നടക്കുന്ന ആ ഒരു സമയത്തല്ലാതെ ഒരാൾ യുദ്ധത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ യുദ്ധത്തിന് തിരിച്ചു വരികയാണ്, ആ സമയത്ത് അദ്ദേഹത്തിന് ഏറ്റ വല്ല മുറിവ് കൊണ്ടോ അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത് നിന്ന് വീണ് അല്ലെങ്കിൽ വാഹനത്തിൽ നിന്ന് എന്തെങ്കിലും അപകടം പറ്റി അതേപോലെയുള്ള മരണമാണ് ഒരാൾ മരിക്കുന്നത് എങ്കിൽ ആ മരണത്തിനും ഷഹീദിന്റെ കൂലിയുണ്ട്, അതും ഒരു നല്ല മരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 6ാമതായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് യോദ്ധാവായി അഥവാ സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അത് അദ്ദേഹത്തിന്റെ തമ്പിലാണെങ്കിലും ശരി, അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവനും ഷഹാദത്തുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് കാണാവുന്നതാണ്. ഇത്തരം ആളുകൾ, ഇതൊക്കെ ഒരു നല്ല മരണമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ആ ഷഹാദത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മൾ കിട്ടണമെന്ന് ആഗ്രഹിക്കേണ്ടതുണ്ട്. നല്ല ഒരു മരണമായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇത്തരം മരണങ്ങൾ, ആ മരണങ്ങൾ കേൾക്കുമ്പോൾ അതൊരു നല്ല മരണമാണ് എന്ന് നമുക്ക് പറയാം. ആ നല്ല മരണത്തിന്റെ ലക്ഷണങ്ങളാണ്
ഈ രൂപത്തിൽ ഒക്കെ മരണപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നല്ല മരണം, ആ നല്ല മരണം നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ.